എല്ലാവർക്കും നമസ്കാരം. പ്രശാന്ത് വ്ളോഗ്സിൻ്റെ അടുത്തൊരു മനോഹര എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു യാത്രയിലാണ് കേട്ടോ. ഒരു ക്ഷേത്ര സന്ദർശനമാണ്. അപ്പോൾ ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഒരു ക്ലൂ ഞാൻ പറയാം. ഉറി കിട്ടുന്ന അമ്പലമാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലേ? ഓക്കെ. അതോടൊപ്പം ഇന്നൊരു പ്രത്യേകത ഉണ്ട്. ഇന്ന് നമ്മുടെ വേദുമോളുടെ ചോറൂണ് ദിവസമാണ്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും ആരാണ് വേദുമോളെന്ന്? എൻ്റെ സിസ്റ്ററിൻ്റെ മകളാണ്. അപ്പോൾ ഞങ്ങൾ ഈ ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ ഫാമിലിയായിട്ട് അവിടെ കൊടുക്കാം എന്ന് കരുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ക്ഷേത്രം ഏതെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി ഐഡിയ കിട്ടിക്കാണും. സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വൈറലാണ്. മറ്റെങ്ങുമല്ല, ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് നമുക്ക് ചോറൂണായിട്ട് നമ്മൾ കൊടുക്കാൻ നേർന്നിട്ടുള്ളത്. ക്ഷേത്രത്തെ പറ്റി പ്രത്യേകിച്ചൊരു വിശദീകരണം നിങ്ങൾക്ക് ആവശ്യമില്ല. വളരെ പ്രസിദ്ധമായ ഒരു അമ്പലമാണ്. ഭയങ്കര സ്പിരിച്വൽ വൈബുള്ള ഒരു അമ്പലം കൂടാണ്. ഇവിടെ വരുമ്പം തന്നെ നമുക്കത് മനസ്സിലാവും. ഒരുപാട് സോഷ്യൽ മീഡിയ കാണുമ്പോൾ വരണം എന്ന് ആഗ്രഹിച്ച അമ്പലമാണ്. ഇപ്പോൾ ഈ ചോറൂണ് എനിക്കൊരു നിമിത്തമായി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കണ്ടത് മൊത്തം ഉറിയാണ് കേട്ടോ. ഉറി ആണ് അവിടെ വളരെ വിശിഷ്ടമായ ഒരു ചടങ്ങാണ്. ഇത് മൊത്തം ഉറിയാണ് ഇവിടെ കെട്ടിയിട്ടേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ എല്ലാ ഉറികളും ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും. ഉണ്ണിക്കണ്ണനാണ് അവിടുത്തെ പ്രതിഷ്ഠ. പല തരത്തിലുള്ള ദ്രവ്യങ്ങൾ വെച്ച് നമുക്ക് ഇവിടെ ഉറി കെട്ടാം. അതിന് പലതും പല റേറ്റാണെന്ന് മാത്രമേ ഉള്ളൂ. ടോക്കൺ എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് വേണം നമുക്ക് ഉറിയിൽ ദ്രവ്യങ്ങൾ നിറയ്ക്കാനായിട്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ദ്രവ്യങ്ങൾ ഭഗവാന് മുമ്പിൽ നമുക്ക് സമർപ്പിക്കാൻ ഉറിയിൽ. വെണ്ണയുണ്ട്, ശർക്കരയുണ്ട്, പഞ്ചസാരയുണ്ട്, അങ്ങനെ പലതരത്തിൽ അവിലുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ദ്രവ്യങ്ങൾ നമുക്ക് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കാൻ സാധിക്കും. വളരെ പോസിറ്റീവുള്ള വൈബ്രേഷനാണ് നമുക്കവിടെ വരുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടാവുക. അപ്പം നിങ്ങളെല്ലാവരും ഈ ക്ഷേത്രം ഒന്ന് വിസിറ്റ് ചെയ്യുക. ഇത് മൊത്തം ഉറിയാണ് കേട്ടോ കെട്ടിയിട്ടേക്കുന്നത്. ഇവിടെ പിന്നെ ഒരു ക്ഷേത്ര കുളമുണ്ട്. അവിടെ നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. അവിടെ മീനുകളൊക്കെ ഉണ്ട്. അങ്ങനെ സമയം 9 മണിയായി. നമ്മുടെ വേദുമോളും അച്ഛൻ്റെ അമ്മയുടെയൊക്കെ മടിയിലിരുന്ന് അവിടെ എല്ലാം റെഡിയായിട്ടിരിക്കുകയാണ് അവൾ കഴിക്കാനായിട്ട്. അപ്പോൾ തിരുമേനി വന്നു, പ്രസാദമൊക്കെ കൊടുക്കുന്നു. അപ്പോൾ അയാളിങ്ങനെ നോക്കിയിരിക്കുകയാണ് എപ്പോഴാണ് ഇനി കിട്ടുന്നതെന്ന്. അപ്പോൾ അവൾ കിട്ടിയ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അവളെ കരഞ്ഞ് പൊടിച്ചു അവിടെ കുറച്ച് നേരത്തേന്. ചോറൂണ് കൊടുക്കുമ്പോൾ കുട്ടികൾ കരയണം എന്നാണ് പറയുന്നത് കേട്ടോ. ഭയങ്കര കരച്ചിലായിരുന്നു അവൾ. അതിനുശേഷം നമുക്ക് തുലാഭാരം ഉണ്ടായിരുന്നു. ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ ചടങ്ങുകളും വളരെ നല്ല രീതിയിൽ ഭഗവാന്റെ മുമ്പിൽ നമുക്കിത് കാഴ്ചവെക്കാൻ സാധിച്ചു. അതുപോലെ ക്ഷേത്രത്തിൽ വരുന്നവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ട് കേട്ടോ. മറ്റൊന്നുമല്ല, കഞ്ഞി, പയർ, അച്ചാർ. നല്ല സ്വയംഭ അച്ചാറാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞു. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഈ അമ്പലം എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചോളാം. മസ്റ്റ് വിസിറ്റ്.